അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അത്യാവശ്യം ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് ഇങ്ങനെ പോയി തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, മടിയാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ വന്നിരിക്കുന്ന ചലഞ്ചും കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളെ ഇപ്പം ഒരു വയസ്സ് 2 വയസ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കാനും അവർക്ക് കൗതുകം തോന്നാനും വേണ്ടിയിട്ടുള്ള ബുക്കുകളെ പറ്റി പറഞ്ഞു തരാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 3 ബുക്ക് വാങ്ങിച്ച്, അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബുക്ക് വാങ്ങിച്ച എവിടെയെന്ന് വെച്ചാൽ വേറെ എവിടെയല്ല, നമ്മുടെ മീഷോ എന്ന ആപ്പിൽ നിന്നാണ്. അപ്പോൾ 1 അല്ല 10 എണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വിശ്വസിക്കണം. നമ്മൾ ഈ 10 എണ്ണം എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ഓൺലൈനിൽ കണ്ടുകൊണ്ടായിരിക്കും തീരെ ചെറിയ ബുക്കായിരിക്കും, ക്വാളിറ്റി ഉണ്ടാകത്തില്ല എന്നൊക്കെ ആയിരിക്കും. ഒരിക്കലും അല്ല കേട്ടോ. എന്താ ഒരു ബുക്ക് വരുന്നത് നമ്മുടെ സാധാ അളവിൽ തന്നെ കേട്ടോ. അതായത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കണക്ക് തന്നെയാണ് നമ്മുടെ ഈ ബുക്ക് വരുന്നത്. ഷോപ്പിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ബുക്ക് വാങ്ങുമ്പം ഒരു ബുക്കിന് തന്നെ 30-20 ഒക്കെ ആകും റേറ്റ്. അങ്ങനെയാണ് ആകുക. അപ്പം നമ്മളെന്തായാലും ലാഭം നോക്കിയാണല്ലോ പോവുക. മീഷോന്നാണ് അധികം സാധനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ മോശമായിട്ട് എനിക്ക് വന്നിട്ടില്ല. ഞാൻ എപ്പോഴും മീഷോ ഒന്ന് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അധികം ഞാൻ നോക്കുന്നത് സ്റ്റാറാണ്. സ്റ്റാർ 5, സ്റ്റാർ 4 ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ മാത്രമേ ഞാൻ പ്രൊഡക്റ്റ് നോക്കൂ. പിന്നെ നോക്കുന്നത് താഴെയുള്ള റിയൽ പിക്ചർ, പിന്നെ റിവ്യൂ, ഇതൊക്കെ നോക്കിയിട്ടാണ് അധികം പ്രൊഡക്റ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നോക്കിയിട്ട് എടുക്കാട്ടോ. 3.5 3 ഇങ്ങനെയൊക്കെ വരാണെങ്കിൽ എടുക്കാൻ നിൽക്കണ്ട. അതെല്ലാം 4, 5 ഒക്കെ വന്നിട്ട് റിയൽ പിക്ചർ നോക്കി റിവ്യൂ നോക്കി എല്ലാം കറക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പം അങ്ങനെ വാങ്ങിയതാണ് ഇത്. ഇത്രയും ബുക്ക് 1 അല്ല 10 എണ്ണം. അപ്പോൾ നമുക്ക് എല്ലാം ഉണ്ട് കേട്ടോ. അതിനകത്ത് ഇനി ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഉണ്ട്. ഞാൻ മീഷോ എടുത്തതുകൊണ്ട് ബുക്കിന് അങ്ങനെ പ്രശ്നമാണോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവുണ്ടോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി കുറവുമില്ല. അത്യാവശ്യം ഗ്ലേസിങ് ഉള്ള ഷീറ്റാണ്. അപ്പം ഇവർക്ക് പിന്നെ ഇവിടെ ഒരു സ്റ്റാപ്ലർ കൊണ്ട് അടിച്ചിട്ടേ ഉള്ളൂ എങ്കിൽ നമുക്ക് കീറാതൊക്കെ നല്ല സേഫായിട്ട് യൂസ് ചെയ്താൽ കുറച്ച് നാൾ എന്തായാലും ഇത് നിൽക്കും. മക്കളുടെ കൊടുത്ത് കീറാണ്ടിരിക്കുക മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എന്തൊക്കെ ഈ ബുക്കിനകത്ത് വരുന്നത് നിങ്ങൾക്ക് കാണണ്ടേ. 1 ABCD, അത് A for ആപ്പിൾ, B for ബോൾ, അങ്ങനെയൊക്കെ വരുന്നില്ലേ, അങ്ങനെയൊക്കെ ഉള്ളൊരു ബുക്ക്. പിന്നെ വരുന്നത് നമ്പേഴ്സാണ്. നമ്പേഴ്സ് വരുമ്പോൾ നമ്മുടെ ഇതിനപ്പുറത്ത് പിക്ചർ ഉണ്ട്, അതിങ്ങനെ 1, 2, 3, 4 എന്നൊക്കെ പറയും. എണ്ണം സൈഡിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ അതിൻ്റെ സ്പെല്ലിങ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു 10 വരെ ഉണ്ടെങ്കിലും ഇപ്പുറത്തും ഉണ്ട് കേട്ടോ, 100 വരെ. അങ്ങനെ 10 വരെ ഉണ്ടെങ്കിലും ഇപ്പുറത്ത് അതിൻ്റെ ബാക്കിൽ 100 വരെ ഉണ്ട്. മാത്രമല്ല അതിൻ്റെ ലെറ്റേഴ്സും ഉണ്ട്. പിന്നെ വരുന്നതാണ് ഫ്രൂട്ട്സിനകത്തും ഇതുപോലെ തന്നെ ആണ്. നമുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആപ്പിൾ, ഓറഞ്ച്, ബനാന എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ വളരെ രസമായിരിക്കും. ഇതുപോലെയാണ് ഇതിലും ഉള്ളത്. അപ്പോൾ അടുത്ത പറയുന്നത് വൈൽഡ് ആനിമൽസാണ്. അത് നമുക്കിതാ ഒരുപാടുണ്ട്. അതായത് ഇങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ മങ്കിയും ഡോഗും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് 2 തൊട്ട് അവർ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പം ഡോഗ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അടുത്തതാണ് ഗുഡ് ഹാബിറ്റ്. ഇപ്പോഴേ ഗുഡ് ഹാബിറ്റൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് പറയണം, പറഞ്ഞു കൊടുത്താലേ വളർത്താൻ പറ്റും. ഇതുപോലെ ഒരുപാടുണ്ട്. പിന്നെ ഫാം പാറ്റ് ആനിമൽസ്, അതും ഇവിടെ ഇങ്ങനെ കണ്ടമാണ് കിടന്നിട്ടുണ്ട്. ഇതിലും കുറച്ച് ബേഡ്സൊക്കെ അടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഫ്ലവറാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഓരോരോ ഫ്ലവറൊക്കെ കാണുമ്പോൾ നല്ല രസമുള്ള കളറും ഫ്ലവറും ഒക്കെ നമുക്കിങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ വരുന്നത് ബേർഡാണ്. അത് പാരറ്റും പീക്കോക്കും മൈനയും എല്ലാം കാണുമ്പോൾ മക്കൾ എന്തായാലും നോക്കിയിരുന്നാലും പഠിക്കും. അതുപോലെ തന്നെ ഇതിൽ ഷേപ്സ് ഉണ്ട്, ഓരോരോ ഷേപ്പ് ഉണ്ട്, കളറും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഷേപ്സ് പഠിപ്പിക്കാം, ഇതിൻ്റെ ഉള്ളിൽ കളർ പഠിപ്പിക്കാം. ഇതിനൊക്കെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷേപ്സ് കഴിഞ്ഞ് അതിനുശേഷം വരുന്നതാണ്, അതിനാണ് വെജിറ്റബിൾ. ലാസ്റ്റ് വരുന്നതാണ് വെജിറ്റബിൾ. അപ്പോൾ വെജിറ്റബിൾ ഇതുപോലെ തന്നെ കുറേ നമ്മൾ വീട്ടിൽ കാണിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, തക്കാളി, ഉള്ളി മാത്രമല്ല, മക്കക്കറി, അപ്പോൾ ഇതുപോലത്തെ കുറേ വെജിറ്റബിൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബുക്കിൽ വരുന്നത് ഇതുപോലെ 1, 2, 3 ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇപ്പുറം സൈഡ് ഈ 2 പേജ് ഉള്ളിൽ വരുന്നെങ്കിലും ഫുൾ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്, ബാക്കിലുണ്ട്. 1 അല്ല നമ്മുടെ 10 എണ്ണമാണ് കിട്ടുന്നത്. എത്ര എണ്ണ ലിയോ? 10. അപ്പോൾ നമ്മുടെ ലിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ അമ്മമാർ വിചാരിക്കും മക്കൾ ഇതെല്ലാം സ്കൂളിൽ പോയി പഠിക്കൂലേ, അംഗൻവാടി പോയി പഠിക്കൂലേ എന്നൊക്കെ വിചാരിക്കും. ഒരിക്കലും അല്ല. എൻ്റെ മൂത്ത മോനെ ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. അതായത് അന്ന് കൊറോണ ടൈം ആയിരുന്നു. അവനെ എഴുതിപ്പിക്കാൻ, അതായത് കൈ പിടിച്ച് എഴുതിപ്പിക്കാൻ തുടങ്ങിയ ശേഷം തൊട്ടേ ഞാൻ ഇങ്ങനെ
ബുക്കായാലും ബുക്കൊക്കെ അതിന് മുന്നേ പറയും, പക്ഷേ എഴുതിപ്പിക്കാൻ, അതായത് ABCD A B 4 അങ്ങനെയൊക്കെ ഞാൻ അവനെ എഴുതിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് സ്കൂളിൽ പോയ സമയത്ത് അവനങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഹോംവർക്കൊക്കെ തന്നെ ചെയ്ത്. ഇപ്പോഴത്തെ അമ്മമാരൊക്കെ പറയില്ലേ മക്കൾ ഹോംവർക്ക് എഴുതുന്നില്ല, അവരെ കൂടെ ഇരുന്ന് എഴുതിപ്പിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടിപ്പ് നിങ്ങൾ മുന്നേ ചെയ്ത് നോക്കിയാണെങ്കിൽ ഈ ഹോംവർക്ക് എഴുതിപ്പിക്കുക, സ്കൂളിൽ പോകുമ്പോൾ പഠിക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കുറച്ച് ഒഴിവായി കിട്ടും. മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ മൂത്ത മോനെ ഞാൻ ചെയ്തൊരു കാര്യം. അതായത് മുന്നേ ഇതുപോലത്തെ ബുക്കും കാര്യങ്ങളും അന്ന് ഞാൻ ഇങ്ങനെ ചുമലിലൊക്കെ ABCD ഒക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ പഠിക്കുമായിരുന്നു. പിന്നെ പറഞ്ഞു കൊടുക്കും, കുറച്ചൊക്കെ ചോദ്യങ്ങളൊക്കെ ജനറലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അംഗനവാടി പോകുമ്പോൾ തന്നെ അവൻ ABCD ഫുള്ളും അറിയാമായിരുന്നു, പാട്ടുകൾ അറിയാമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ആളെ ഞാൻ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ബുക്ക് വാങ്ങിച്ചത്. അപ്പം ഇതുപോലെ അറിയാത്ത അമ്മമാർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ മക്കൾ 1 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അവർ അംഗനവാടി പോയി പഠിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന അമ്മമാരാണെങ്കിൽ അല്ല, അവർ മുന്നേ ഇതൊക്കെ പഠിച്ചിരിക്കണം. ഒരു നേരമെങ്കിലും ഇങ്ങനെ ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എന്നാൽ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിൽ. നമുക്കും അത്ര പ്രഷർ ഉണ്ടാവില്ല. എങ്കിലും ഇപ്പോഴത്തെ ആൾക്ക് എഴുതുന്നതിൽ ഇത്തിരി സ്ലോ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വലിയ പ്രശ്നമില്ലാണ്ട് നീങ്ങിപ്പോകുന്നുണ്ട്. ഇതാണ് എനിക്ക് പറയാൻ പറ്റിയത് എൻ്റെ ഒരു അനുഭവം കൊണ്ടുള്ള ഒരു ടിപ്പ്. അപ്പോൾ കൈ പിടിച്ച് എഴുതിപ്പിച്ചാലേ നമ്മൾ എഴുതിപ്പിക്കാൻ തുടങ്ങുക. സ്കൂളിൽ പോകുന്നവരെ കാത്തിക്കണ്ട, ഇതുപോലത്തെ ബുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്ത് പഠിപ്പിക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു പുഷ് ഉണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആയിരിക്കും. എന്തായാലും ഇങ്ങനത്തെ വലിയ വലിയ പിക്ചറൊക്കെ കാണുമ്പോൾ ഇവരെന്തായാലും ഇത് നോക്കിയിരിക്കും. ആ കാണുന്നൊരു പഠിക്കാനൊരു ആകാംക്ഷയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ബുക്ക് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ എൻ്റെ ലിങ്ക് പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ഷോപ്പ് ചെയ്യുക എല്ലാവരും. അപ്പോൾ അതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഞാൻ കുറേ നാളായി ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അത്യാവശ്യം ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ വ്ളോഗും കാര്യങ്ങളും ഇതുപോലത്തെ ടിപ്സും ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കനും ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.